ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. നമ്മളെ ചക്ക മടൽ മസാല, ചക്കക്കുരു ഇട്ട് ഭയങ്കര ടേസ്റ്റായതേ. ചോറിൻ്റെ കൂടെ അത് കഴിക്കണം. ചക്ക എടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള ചുള എടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള മടൽ, അതിൻ്റെ മേലത്തെ പച്ചയൊക്കെ ചെത്തി മാറ്റിയിട്ട് ആ മടൽ ഒരു കുറച്ചുണ്ടേ, അത് ഞാൻ കണ്ടിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടേ, കണ്ട ഇതുപോലെ കഷ്ണങ്ങളാക്കി, അത്ര ചെറുതാക്കല്ലേ, ഒരുവിധം ചതുര കഷ്ണങ്ങളായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10 ചക്കക്കുരു അതും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടുപ്പിൽ വേവിക്കാം. ഇതൊരു ചക്ക മടൽ കൊണ്ടുള്ളൊരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയെ. നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഈ വെള്ളത്തിലോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേ. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. വെള്ളം ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ ഈ ചൂടായ വെള്ളത്തിലോട്ട് ഈ ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഈ കഴുകി വെച്ചേക്കുന്ന മടലില്ലേ അത് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കേ. ഇത് ഇതിൽ കിടന്നൊന്ന് തിളക്കട്ടെ. ഒരു 3/4 വേവിൽ നമുക്ക് തിളപ്പിച്ച് ഊറ്റിയെടുക്കേ. ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇത് പിടിക്കട്ടെ. ഇനി ഇതിനൊരു മസാല തയ്യാറാക്കേ. നമ്മുടെ ചക്ക മടൽ വെന്തുകൊണ്ടിരിക്കുകയാണ്. നല്ല തിളയ്ക്കുന്നുണ്ട്. ഇത് ഈ അടുപ്പിലോട്ട് മാറ്റേ. ഇങ്ങോട്ട് മാറ്റാം. അതവിടെ നിന്ന് വേവട്ടെ. ഒരു കടായി ഇങ്ങോട്ട് വെക്കാം. പാത്രം ഒന്ന് ചൂടാവട്ടെ. നമ്മൾ ഈ ചൂടായ പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേ. എണ്ണ ഒന്ന് ചൂടാവട്ടെ. നമ്മൾ ചൂടായ എണ്ണയിലോട്ട് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുത്തേ. കടുക് പൊട്ടിയിട്ട് കടുകെല്ലാം പൊട്ടി. ഇതിനകത്ത് 2 തണ്ട് കറിവേപ്പില, 3 സവാള കൊത്തിയരിഞ്ഞത് വെച്ച് കൊടുത്തേ. സവാള നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് വഴന്ന് വരട്ടെ. നമ്മുടെ ഉള്ളിയൊക്കെ വഴന്ന് വരുന്നുണ്ട്. നമ്മളെ ചക്ക മടൽ നോക്കേ. ചക്കമടലൊക്കെ വരുന്നുണ്ട്. വെന്ത് വന്നു തുടങ്ങി. ഒരു മിനിറ്റ് കൂടെ കിടക്കട്ടെ. ഇനി ഇതിലോട്ട്
ഇത് നോക്കിയേ, 3 പച്ചമുളക്, പിന്നെ 1 കുടം വെളുത്തുള്ളി, പിന്നെ 1 കഷ്ണം ഇഞ്ചി. ഇതെല്ലാം കൂടെ ചതച്ചതാകും. നല്ല പേസ്റ്റായിട്ടൊന്നും അരഞ്ഞിട്ടില്ല, ഒന്ന് ചതച്ചെടുത്തത്. അതിട്ട് കൊടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടണേ. നമ്മളുടെ ചക്ക മടല് വെന്ത് ഞാൻ ഗ്യാസ് ഓഫാക്കേ. ഇനി ഇത് നമുക്ക് ഊറ്റിയെടുക്കാം. ഇത് നല്ല വെന്തേ, എന്നുവെച്ചാൽ കുഴഞ്ഞു പോയില്ല, ഒരു 3/4 വേവ് തന്നെ ആയിട്ടുണ്ട്. ൊഴിക്കട്ടെ. നമ്മുടെ ഈ മസാലയും റെഡിയായി. ഇനി ഇതിലോട്ട് എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തീ കുറച്ചിട്ടേക്കാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, ഇതൊക്കെ നല്ലതൊന്ന് വഴറ്റാം. ഈ വഴന്ന് വന്ന ഇത്രയും വഴറ്റിയാൽ മതി. കാര്യം നമ്മൾ വറുത്ത് പൊടിച്ച പൊടികളല്ലേ എല്ലാം. എന്നാലും എണ്ണയിൽ കിടക്കുമ്പോൾ ഒരു ചെറുതായിട്ടൊന്ന്. ഇനി ഇതിനകത്ത് 2 ഇടത്തരം തക്കാളി മിക്സിയിലിട്ട് അടിച്ചതേ, അത് ഒഴിച്ചെടുക്കുക. ഈ മസാലയുടെ തക്കാളിയുടെ പച്ച മണം മാറുന്നതിന് ഇതൊന്ന് വഴറ്റിയെടുക്കേ. 2 മിനിറ്റ് ഒന്ന് റെഡിയായിക്കോളും. ഒത്തിരി ഒന്ന് ശകലം കൂട്ടിയിടാം മീഡിയത്തെ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇതൊന്ന് റെഡി ആകട്ടെ. നമ്മുടെ തക്കാളി എല്ലാം നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ശകലം വെള്ളമൊന്ന് ഒഴിക്കാം. തീ കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം.
നല്ല മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മളിപ്പം വേവിച്ച് വെച്ചേക്കുന്ന ഇതില്ലേ, ചക്കയുടെ മടലിട്ട് കൊടുക്കേ, ചക്കക്കുരുവായിട്ടുള്ളത്. ഇതെല്ലാം നല്ല മിക്സ് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇവിടെ കിടന്ന് ഇത് വേവട്ടെ. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. നമ്മുടെ ചക്കമടൽ കറി ഒരു 3 മിനിറ്റ് പോയേ. തീ കുറച്ച് ഇടാവുള്ളൂ, മീഡിയത്തിലേ ഇടാവുള്ളേ. ഇനി ഇതിൽ ഒരു ടീസ്പൂൺ ഗരം മസാല, നല്ലോണം മിക്സ് ചെയ്യാം. നല്ല വെന്തേ, കുഴഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല സോഫ്റ്റായിട്ട് വന്നതല്ല. തീരെ സിമ്മിലാക്കിയിട്ട് തീ ഇതിനകത്ത് ഒരു 2-3 തണ്ട് കറിവേപ്പില, ഇതിങ്ങനെ 1 മിനിറ്റ് കിടക്കട്ടെ. ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടില്ല, 1 മിനിറ്റ് കിടക്കട്ടെ. നമ്മളെ മസാല നോക്കേ, നല്ല മണം. ഇനി ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി, ഇതൊന്ന് നല്ല മിക്സ് ചെയ്യാം, നല്ലൊരു ഫ്ലേവർ കിട്ടേ. ഓക്കെ, നമ്മുടെ ചക്കമടൽ കൊണ്ടുള്ള മസാല അടിപൊളി ടേസ്റ്റാണ്. ചോറിനും ചപ്പാത്തിക്കും നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ മസാലയെ. ഇനി ഇത് കവർ ചെയ്ത് കൊടുക്കാം, ഗ്യാസ് ഓഫാക്കാം. 1-2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്നെടുക്കാം. നമ്മൾ ചക്ക മസാലയല്ല, ചക്കമടൽ മസാല. ഇത് നമുക്ക് ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഓക്കെ, നമ്മളെ ചക്ക മടൽ മസാല, ചക്കക്കുരു ഇട്ട് ഭയങ്കര ടേസ്റ്റായതേ. ചോറിൻ്റെ കൂടെ കഴിക്കണം, വിശ്വസിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.